അയർലാൻഡിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ അയർലാൻഡിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്? യുകെനെ കുറിച്ച് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ള സിറ്റുവേഷൻ എല്ലാ ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അയർലാൻഡ് അവസ്ഥ എന്താണ്? ഇപ്പം നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു മെജോറിറ്റി ഒരു 45% സ്റ്റുഡൻസും അയർലാൻഡിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അയർലാൻഡ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കോൾഡ് സിറ്റുവേഷൻ ആണുള്ളത്. അതായത് ഭയങ്കര ഹോട്ടല്ല എങ്കിൽ കൂടി സാധ്യതകളുണ്ട്. സാച്ചുറേഷൻ പോയിന്റിലോട്ടൊന്നും എത്തിയിട്ടില്ല. സ്റ്റിൽ ചില ഓപ്പണിങ്സ് സ്പെഷ്യലി അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഡാറ്റ അനലിസ്റ്റ് ഇത്തരം ജോബ് റോളുകൾ അവിടെ ഭയങ്കരമായിട്ട് സപ്ലൈ കൂടി പോയിട്ടുണ്ട്. അതിന് പ്രശ്നം വരുന്നുണ്ട്. ബാക്കി അതല്ലാത്ത റോളുകൾക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ സ്റ്റിൽ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ ഇനി അടുത്ത ഇൻടേക്കിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ഒന്നുകൂടി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക. കാരണം സ്പെഷ്യലി കോളേജ് എടുക്കുന്ന സമയത്ത് ലൊക്കേഷൻസ് സ്പെഷ്യലി അതുപോലെ റാൻഡം കോഴ്സ് എടുത്ത് വെറുതെ അയർലാൻഡിലോട്ട് പോകാൻ നിൽക്കരുത്. കാരണം റാൻഡം കോഴ്സ് എടുത്ത് വെറുതെ അയർലാൻഡിൽ പോയതിന് ശേഷം നിങ്ങൾ വിചാരിക്കും ഓക്കെ പാർട്ട് ടൈമായി സസ്റ്റെയിൻ ചെയ്യുക ഒത്തിരി കാര്യങ്ങൾ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തത് എല്ലാവരും റീല് കാണുന്നുണ്ടാവും, നമ്മുടെ കൺസൾട്ടൻസി പറഞ്ഞാൽ ഓക്കെ അടിപൊളിയാണ് ഇങ്ങനെല്ലാം പറയുന്നുണ്ടാവും. പക്ഷെ ആക്ച്വലി നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം യു ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് ചലഞ്ചസ്. അപ്പം ആ ചലഞ്ചസ് ഫേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. അപ്പോൾ നിങ്ങളെ കറൻറ്റ്ലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് അതിന് പ്രോബ്ലം സോർട്ട് ആവത്തില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ജോബിലോട്ട് നിങ്ങൾ ലാൻഡ് ചെയ്യുക തന്നെ വേണം. ഈവൻ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആണെങ്കിൽ കൂടി നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സസ്റ്റെയിൻ പറ്റത്തില്ല. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് എ പ്രോപ്പർ ജോബ് ഇൻ യുവർ ഓൺ ഡൊമൈൻ. അത് മാത്രമേ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ലോങ് ടേമിലോട്ട്. അപ്പം അത്തരത്തിലുള്ള കോഴ്സ് എടുക്കാം. ഇത്തരത്തിൽ കോഴ്സ് എടുക്കുന്ന കൺഫ്യൂഷൻ ആളുകൾ ഉണ്ട് എങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്തോ, ഞങ്ങൾ അത് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് തരാം. അതൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പോയി പെടുന്നതിന് ബെറ്റർ നിങ്ങൾ ഇവിടുന്ന് ഐഡിയ കിട്ടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നുള്ളത്. അപ്പോൾ എത്തരത്തിലും സിറ്റുവേഷനിലുള്ള ആളുകളാണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് സീനിയേഴ്സിനെ കണക്ട് ചെയ്താൽ മതി. മുമ്പത്തെ യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ അവർ പറഞ്ഞു തരും ആക്ച്വലി അവിടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അതനുസരിച്ചുള്ള രീതിയിൽ ഓരോ സ്റ്റെപ്പിന് എടുക്കേണ്ടത് കാര്യം നിർബന്ധമുള്ളത് കാര്യം.